വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളിൽ സംയമനം പാലിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന്റെ നിലപാടുകളെ പറ്റി പ്രതികരിക്കാനില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. സാമുദായിക ഐക്യം സ്വാഗതാർഹമെന്നും വെള്ളാപ്പള്ളിയെ പിണറായി കാറിൽ കയറ്റിയ വിവാദം തുടങ്ങിവെച്ചത് CPI ആണ് എന്നുമാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്. സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിന്റെ അവകാശങ്ങളെ പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വന്നത്. ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല, ശ്രീ വിനോയ് വിശ്വ ആണ് പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈകൂപ്പും, സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷമുണ്ടാവില്ല. കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. ഞാൻ അദ്ദേഹമായിട്ടൊന്നും ഒരു തർക്കത്തിനുമില്ല. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്, എത്രയോ പ്രായം ചെന്നാളാണ്. ഞാനതിനെ ഒന്നും ഒരു എൻ്റെ നാക്കുകൊണ്ട് അതിനേക്കാളപ്പുറത്തേക്കൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പല അഭിപ്രായങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ വരും. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ ക്രോഡീകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സംശുദ്ധ രാഷ്ട്രീയ മൂവ്മെൻ്റാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശങ്ങളൊക്കെ തന്നെയും ഉറപ്പായിട്ടും അതിലിനിയിൽ ഒരു NSSുമായുള്ള അടുപ്പം, ഒരു കൂടിക്കാഴ്ച, ഇരുവരും ഇനി ഒരുമിച്ച് വേദിയിലേക്കൊക്കെ എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സമവാക്യം രൂപപ്പെടുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ VD സതീശന്റെ പല പരാമർശങ്ങളും വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണം എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കാണാൻ പറ്റുകയില്ല. ഇതിപ്പോൾ UDFനെ ആകെ ഉന്നം വെച്ചുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ? അപ്പോൾ UDF ഒരു സംയമനം പാലിച്ച് മുന്നിലേക്ക് പോയാലും എങ്ങനെയായിരിക്കും ഇനി തുടർ നീക്കങ്ങളൊക്കെ തന്നെ വരിക? എന്ത് മാറ്റങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക? വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ ആദ്യഘട്ട ചർച്ച അവസാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പരിപാടി, ആ പരിപാടിയിൽ VD സതീശനും ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് പോയതിനു ശേഷം മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ നീണ്ട ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോയി. തലശ്ശേരി കലാപമടക്കം, ചെറിയതുറയിലെ വെടിവെപ്പ് അടക്കമുള്ള, പൂന്തുറ പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരാമർശിച്ച് ഈ പറയുന്ന ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്ന കാര്യമടക്കം, സഖാക്കളാണ് കാവൽ നിന്നതെന്നും സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യമടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കടന്നുപോയത്. ആ പ്രസംഗം അവസാനിച്ചതിന് ശേഷമാണ് VD സതീശൻ സംസാരിക്കാൻ എണീക്കുന്നത്. അപ്പോൾ VD സതീശൻ്റെ ഒരു 5-6 മിനിറ്റ് നീണ്ട പ്രസംഗമായിരുന്നു. പക്ഷേ ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ 1.5 മണിക്കൂർ പ്രസംഗത്തിനുള്ള മറുപടി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ VD സതീശൻ പറഞ്ഞു വെച്ചത് ഈ പറയുന്ന മതേതരത്വം പറയാമെങ്കിൽ കൂടി മതേതരത്വം പറയുമ്പോൾ അതിൽ കാപട്യം പാടില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് ഈ പറയുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ കാറിൽ കയറ്റുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കാറിൽ കയറ്റുന്ന ആളുകൾ ആരാണ് എന്നുകൂടി ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. അത് വെള്ളാപ്പള്ളി നടേശനെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. VD സതീശൻ്റെ പ്രസംഗത്തിന് ആ കാന്തപുരത്തിൻ്റെ വേദിയാണ് എങ്കിൽ കൂടി അതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അവിടെ നിന്ന് പോലും ആ പ്രസംഗത്തിന് കയ്യടി ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം വലിയ തോതിൽ ആ പറയുന്ന പ്രസംഗം ചർച്ചയാകുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം എന്തായാലും VD സതീശൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറഞ്ഞു. മറുപടി അല്പം കടന്നുപോയോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മതേതരത്വ കേരളത്തിന് എത്രത്തോളം അത് ഭൂഷണമാണ് എന്നുള്ള കാര്യത്തിലൊക്കെ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി രാഷ്ട്രീയമായി ഒരുപാട് ചലനം ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ പറയുന്ന സാമുദായിക ഐക്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി NSSും SNDPയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഈ പറയുന്ന നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു ഐക്യത്തിനൊരു ശ്രമമൊക്കെ നടന്നിരുന്നു. അന്ന് രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ്റെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന NSSൻ്റെ സാമുദായിക നേതാക്കളുടെയൊക്കെ പടം വെച്ചിട്ടുള്ള പ്രചരണമൊക്കെ അന്ന് നടന്നതാണ്. പക്ഷേ അതിനുശേഷം നാരായണ പണിക്കരുടെയൊക്കെ ചിത്രം വെച്ചിട്ടാണ് അന്ന് അങ്ങനെ ഒരു പ്രചരണമൊക്കെ നടന്നത്. അത് പക്ഷേ വർഷങ്ങൾ കടന്നുപോയി, ഒരു 10 പതിറ്റാണ്ടോളം കടന്നു പോകുന്നു.
ആ പ്രചരണം നടന്നതിന് ശേഷം പിന്നീട് ഒരു ഐക്യം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം പരസ്പരം തമ്മിലടിക്കുന്ന SNDP NSS നേതൃത്വങ്ങളെയാണ് കണ്ടത്. പ്രത്യേകിച്ച് സുകുമാരൻ നായർ അധികാരത്തിലെത്തിയ സമയത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത് ഇടയ്ക്കൊരു സമയം വന്നിട്ട് പറയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം കൂടിയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൂടി ചർച്ചകൾ ഉറപ്പായിട്ടും പോകില്ലേ? ഇപ്പോൾ VD സതീഷിന്റേതായിട്ടുള്ള നിലപാടുണ്ട്, ശരിയാണ്. പലപ്പോഴും പല വേദികൾ ഇത് തൊട്ടടുത്ത സമയം ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. ഇനി G. സുകുമാരൻ നായരുടെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി തള്ളിയിട്ടില്ല, അതാണ് പ്രധാനം, തള്ളിയിട്ടില്ല, ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്നുള്ള ലൈനിലാണ് നമ്മളടുത്ത് സംസാരിച്ചത് പോലും. അതും ഈ വിഷയത്തിൽ പ്രധാനമല്ല. ഇത്രയും നാളും ഇങ്ങനെ പ്രകോപിപ്പിച്ച് ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ പ്രതികരിച്ച് മുന്നോട്ട് പോയതുപോലെ ഇനി കൊണ്ടുപോകാനാകുമോ? പ്രത്യേകിച്ച് സതീശൻ മാത്രമല്ല, ഒരു പാർട്ടി ഒന്നാകെ ഈ കാര്യത്തിൽ ഇനി ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയല്ലേ? അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയുള്ള പ്രതികരണം? ഇപ്പോൾ തിരുവഞ്ചൂരും മുരളീധരനുമാണ് പ്രതികരിച്ചു പോയത്. പൂജ, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു അതിര് കടന്ന പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സാധാരണ നിലയിൽ ഇത്തരം വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന മുരളീധരൻ സംയമനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മയത്തിലുള്ള പ്രതികരണമാണ് മുരളീധരന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത്. തിരുവഞ്ചൂരാണെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തി ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം തുറന്നിരുന്നില്ല. VD സതീശൻ ഇന്ന് കൊച്ചിയിലാണുള്ളത്. ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ തൽക്കാലം എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. MM ഹസൻ അല്പസമയത്തിന് ശേഷം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതികരണം തേടും. എന്തായാലും ഒരു പരിധിയിൽ കവിഞ്ഞ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി VDയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഒരു കടുത്ത പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതും എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ എന്തായാലും തിരഞ്ഞെടുപ്പിന് നാളുകൾ എണ്ണി കാത്തിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സമുദായ സംഘടനയോട് തലപ്പത്തിരിക്കുന്ന ആളുകളെയോ ഏതെങ്കിലും തരത്തിൽ വെറുപ്പിക്കാനുള്ള എന്തെങ്കിലും നിലപാട് രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിക്കുമെന്ന് കരുതാൻ വയ്യ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സാഹചര്യം കൂടി പരിശോധിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തു നിന്നും ചോർന്നു പോയി എന്നൊരു തോന്നൽ അവർക്കിടയിലുണ്ട്. അത്തരത്തിലൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള പ്രതികരണങ്ങളും ഇടപെടലുകളും എല്ലാം അയ്യപ്പ സംഘം അടക്കമുള്ള പരിപാടികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഭൂരിപക്ഷ വോട്ടുകൾ ഒപ്പം ചേർക്കാനൊരു നീക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാക്കിപ്പിച്ചു. പക്ഷെ അതിനുശേഷമാണ് ഈ പറയുന്ന ശബരിമലയിലെ വിഷയം അടക്കം വരികയും ആ വോട്ടുകൾ കൂടി എതിരാകുന്ന തരത്തിലേക്ക് പോവുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരികയും ചെയ്തത്. പക്ഷേ അതിനുശേഷവും ഒരു സാമുദായിക ഐക്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശങ്ങളൊക്കെ ഇന്നലത്തെ പരാമർശത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞിരുന്ന വെള്ളാപ്പള്ളി അടച്ചൻ നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞു വെക്കുന്നു. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടി ഒപ്പം ചേർത്തുകൊണ്ടുള്ള വലിയൊരു